സന്തോഷത്തോടെ എന്റെ കൂടെ നിന്നാലേ എന്ത് ചെയ്യാനും എനിക്കൊരു കരുത്തുണ്ടാവും. ശരി, ഞാൻ നിന്നെ വിഷമിപ്പിക്കില്ല. അമ്മ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ആ, എന്ന് ഭക്ഷണം കഴിച്ചേ. പിള്ളേര് വാടി തളർന്നിരിക്കുമ്പോഴേ അവർക്ക് അമ്മമാര് വാരി കൊടുക്കാറില്ലേ? ഇപ്പൊ എന്റെ കൊച്ചിയെ ഇതാ അമ്മ വാരിത്തരാം കേട്ടോ. എങ്ങനെയുണ്ട്? അല്ല, നീ എന്താ കഴിക്കാത്തത്? ആ, അത് കൊള്ളാം. ഞാൻ അങ്ങോട്ട് മാത്രം വാരി തന്നാ മതിയോ? അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ട കേട്ടോ. എനിക്ക് വാരിത്തരാൻ തീരുമാനിച്ചത് ഞാൻ നിനക്ക് വാരിത്തരാനുള്ള കൊതിയുണ്ടല്ലേടി. ആ, അങ്ങനെയാണെങ്കി അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. അമ്മ വാരി തരുമ്പോഴാ അതിന്റെ കൃത്യമായ രുചി. നല്ല രുചി. ഹലോ മൂർത്തി സാറേ. ടാർസ, പുഴയോരം വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറക്കിവിട്ട കൃഷ്ണയും അവളുടെ അമ്മയും ലോട്ടറിക്കാരൻ ദുബായിയുടെ വീട്ടിലെ ഇപ്പൊ താമസിക്കുന്നേ. എന്താ വേണ്ടത് സാർ? ആ അമ്മയും മകളും ഇനി നാട്ടിലുണ്ടാകാൻ പാടില്ല. ഇന്ന് രാത്രിയോടെ അത് അവസാനിക്കണം. കുടിയൊഴിപ്പിക്കൽ. പോകാൻ തയ്യാറായില്ലെങ്കിൽ തീർത്താലും കുഴപ്പമില്ല. ശരി സാറേ, ഞാൻ ഇറങ്ങിക്കോളാം. ഇന്ന് രാത്രി തന്നെ ഇറങ്ങിക്കോളാം. ശരി. വെല്ലുവിളിച്ചത് ആരെയാണെന്ന് അവർക്കറിയില്ല. അനിയൻ സാറിനെ കെണിപ്പെടുത്താമെങ്കില് ഇവരെ ഒതുക്കാനാണോ പ്രയാസം? ഇതെവിടെയാ സാറേ? ഞാൻ സിറ്റി തന്നെ ഉണ്ട് സാറേ. സ്ഥലം പറ, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, എനിക്ക് മനസ്സിനൊരു സ്വസ്ഥത കിട്ടുന്നില്ല മാണിക്കുഞ്ഞ്. നമ്മൾ തമ്മിൽ ഇപ്പൊ കാണണ്ട. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ അങ്ങോട്ട് വന്നിട്ട് സംസാരിക്കട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടെന്നേ. നാളെ രാവിലെ ചെയ്തു തീർക്കാനുള്ളതാ. വേണ്ടടോ, എന്നെ കൊണ്ടിപ്പോ ആ കാര്യമൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. താൻ പിന്നെ എപ്പോഴെങ്കിലും വിളിക്ക്. സാർ ഒരു മിനിറ്റ്. സാറേ, ദൈവമേ, ഇതെന്നാ പറ്റി സാറിന്? പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. മോളെ, നീ എന്തേ കാണിക്കുന്നു? അമ്മ മിണ്ടാതിരിക്കുക. പറഞ്ഞേ ഇറങ്ങി വഴിയുണ്ട്. ഇവളുമാർ തുറക്കും തോന്നണില്ല. നിന്നോടൊക്കെ പറഞ്ഞ വാതിൽ തുറന്നോ. ഇല്ലേ എന്റെ സ്വഭാവം തുറക്കണി.
എന്താ നീ കാണിച്ചത്? നിന്നൊക്കെ നോക്കിക്കോളെ. അവരെ അയച്ചതാവും മോളെ. ആ ആയിക്കോട്ടെ, ഇനി ഇതേ മാർഗുള്ളൂ. അടിച്ചാ തിരിച്ചടിക്കാം. ഇപ്പൊ ഈ കുരുത്തം കെട്ട സ്വപ്നം കണ്ടതിന്റെ കാരണം എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിലുണ്ടായ സംഭവങ്ങൾ തന്നെ. ആളുകൾ ബഹളം വെച്ചതും വീട് തല്ലിപ്പൊളിക്കാൻ നോക്കിയതും ഒക്കെ മനസ്സിലങ്ങനെ കിടക്കുന്നുണ്ടാവും. അതിന്റെ അസ്വസ്ഥത കൊണ്ടാ കാണാൻ പാടില്ലാത്തതൊക്കെ കാണുന്നേ. മോളെ, നിന്നോട് ചോദിക്കുമ്പോ ഏത് നേരവും മനസ്സിൽ നിന്ന് നവീനെ ആട്ടിപ്പായിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയും. എന്നാ തനിച്ചിരിക്കുമ്പോ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാനമ്മേ? അങ്ങനെ അങ്ങ് പറിച്ചു കളയാൻ പറ്റില്ലല്ലോ. എന്റെ കഴുത്തില് താലി കിട്ടിയ ആളല്ലേ മോളെ. പലർക്കും താലി കഴുത്തിൽ വീഴുന്നത് പല വട്ടം സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ആദ്യത്തേത്. ഇത് തന്നെയാണ് അവസാനത്തേതും. എന്തൊക്കെ നീ പറയുന്നേ? നവീനും ഗാഥയും നന്നായി ജീവിക്കണമെന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് തന്നെയാണോ ഇതും? അപ്പൊ നിനക്കൊരു ജീവിതം വേണ്ടേ? എന്റെ ജീവിതമാണിത്. അമ്മയോടൊപ്പം അമ്മയെ സ്നേഹിച്ചിങ്ങനെ വേറൊന്നും വേണ്ട.